സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധി നമുക്കായിരിക്കാം. നമ്മുടെ നടുവിലേക്ക് ഇന്ന് കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന തൻ്റെ മകനെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ നടുവിൽ ശക്തമായി ഉപയോഗിപ്പാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നാം അനുഭവിപ്പാൻ കൊണ്ടൊന്ന് സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ചടുത്ത് വരുവാൻ തൊക്കണം അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ മകനായി സ്തോത്രം ചെയ്യുന്നു. ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് തന്നെ ഉപയോഗിക്കണം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണപ്പോൾ ഞങ്ങളുടെ കുടോശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം കർത്താവേ. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ മക്കൾക്കും ഈ വീഡിയോ ഒരു അനുഗ്രഹമായി തീരണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. മുൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനും സകല മഹത്വം ഞങ്ങളവിടുത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് വയനാട് താമരശ്ശേരിയിൽ നിന്നും പ്രിയപ്പെട്ട വൈശാഖ് ബ്രദറാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ വൈശാഖ് ബ്രദറിനെ വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. താമരശ്ശേരിയിൽ താമസിക്കുന്നു അല്ലേ? അതെ. എന്നാൽ നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ പാലക്കാടാണോ? പാലക്കാട് നെന്മാറ കഴിഞ്ഞ് നെല്ലിയാമ്പതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഹൈ റേഞ്ച് ഏറിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിത്രം. ശരിയാണോ? അതെ, ശരിയാ. അവിടെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി. അവിടെ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടം ഒക്കെ സ്ഥലമാണ്. തേയിലത്തോട്ടമൊക്കെ ഉണ്ട്. തേയില, കാപ്പി എല്ലാം ഉണ്ട്. AVT എല്ലാം അവിടെ ഉണ്ട്. AVTയുടെ കമ്പനി എല്ലാം. പാവങ്ങളുടെ ഊട്ടി. അതെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2 വീക്ക് മുമ്പ് പാലക്കാട് വഴി പോയിരുന്നു, വാളയാറിന്. വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പാലക്കാടും സഹ്യപർവ്വതത്തിൻ്റെ വശങ്ങളൊക്കെ. പിന്നെ വയനാടിൻ്റെ കാര്യം പറയണ്ടായല്ലോ. പ്രത്യേകിച്ച് താമരശ്ശേരി എന്ന് പറയുമ്പോൾ ചുരമൊക്കെയുള്ള അല്ലേ? അപ്പോൾ പ്രകൃതി ഭംഗിക്ക് മോശമല്ല താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഭാഗ്യവാനാണ് കേട്ടോ. അതെ, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഗ്രാമങ്ങളിൽ താമസിക്കുക, ഇതൊക്കെ വലിയ ഭാഗ്യമാണ്. ശുദ്ധമായ വായു ശ്വസിക്കുക. മറ്റൊരു താമരശ്ശേരിക്കാരനാണ് പ്രിയപ്പെട്ട വൈശാഖ് ബ്രദറിനെ പരിചയപ്പെടുത്തി തന്നത്. ബോംബെയിലെ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട ജോസ് ജേക്കബ് പാസ്റ്റർ. അദ്ദേഹം താമരശ്ശേരിക്കാരനാണ്. അദ്ദേഹം കുറച്ച് നാളുകൊണ്ട് എന്നോട് പറയുന്നുണ്ട്, വൈശാഖ് ബ്രദറിൻ്റെ നല്ല അനുഭവം കൊണ്ടുവരണം. ഇപ്പോഴാണ് നമുക്കതിനൊരു സാഹചര്യം ഒരുങ്ങിയത്. ആദ്യമേ ജോസ് പാസ്റ്ററോടുള്ള നന്ദി പറയുന്നു. ജോസ് പാസ്റ്ററും ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ജോസ് പാസ്റ്ററുമായിട്ട് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, ഞാൻ ചർച്ചിൽ പോയി കണ്ടുള്ള പരിചയമുള്ളൂ. അന്നൊരു ദിവസം കണ്ടായിരുന്നു. പിന്നീട് ഒരു നാൾ അതുപോലെ ആരാധന സമയത്ത് ഞാൻ കാണാനിടയായി. ശരി, പങ്കുവെച്ചായിരുന്നു. ജോസ് പാസ്റ്റർ നാട്ടിൽ വന്നപ്പോഴല്ലേ ചർച്ചിൽ അവിടെ വെച്ച് കാണുകയും പരിചയപ്പെടുകയും ചെയ്ത. അപ്പം കുട്ടിക്കാലം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കണം. ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ടെന്നാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞു. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പാസ്റ്റർ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മൾ റെക്കോർഡിങ് ഇങ്ങനെ ക്രമീകരിപ്പാൻ ഇടയായി തീർന്നു. എവിടുന്നാണ് തുടങ്ങേണ്ടത്? നാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? നെല്ലിയാമ്പതിയിൽ നിന്ന് തുടങ്ങാം. ജനിച്ചു വളർന്നൊക്കെ നെല്ലിയാമ്പതിയിലാണോ? ശരി. അപ്പം ജനിച്ചു വളർന്ന സ്ഥലം, കുടുംബം, മാതാപിതാക്കൾ, അങ്ങനെയുള്ള ചെറിയ ഇൻഫർമേഷനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അനുഗ്രഹമാണ്. വൈശാഖ ബ്രദറിൻ്റെ കുടുംബത്തെക്കുറിച്ചും പറയാം കേട്ടോ. കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം നെല്ലിയാമ്പതി എസ്റ്റേറ്റിൽ ജോലി ചെയ്ത ആൾക്കാരാണ്. അച്ഛൻ അവിടുത്തെ ബയോടെക്കിൽ വർക്ക് ചെയ്യായിരുന്നു. അമ്മയും തന്നെ അവിടെ ജോലി ചെയ്യായിരുന്നു. അപ്പോ അച്ഛൻ ഹിന്ദുവും അമ്മ ക്രിസ്ത്യനും ആയിരുന്നു, റോമൻ കാത്തലിക്. ഇവര് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അനേകം പ്രശ്നങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ചു. അതിനുശേഷം ഞാനും എനിക്ക് എൻ്റെ ഇളയ പെങ്ങളും ജനിച്ചു. അങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് എന്റെ ഫാമിലിക്കകത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും ഫാമിലികൾ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ പ്രശ്നം പതിയെ എന്റെ അച്ഛന്റെയും അമ്മേന്റെയും ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അവര് തമ്മിൽ വഴക്കാവാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ആ വഴക്ക് പതിയെ മൂർച്ഛിച്ച് എനിക്കൊരു 6 വയസ്സ് ഉള്ളപ്പോ
എന്റെ അനിയത്തി കൊച്ചിന് 3 വയസ്സായിരുന്നു. അവര് ആത്മഹത്യ ചെയ്യാനിടയായി. രണ്ടുപേരും തന്നെ നെല്ലിയാമ്പതി വെച്ച് തന്നെയായിരുന്നു. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് അച്ഛന്റെ അമ്മ മാത്രമായിരുന്നു, അച്ഛമ്മ. പുള്ളിക്കാരിക്ക് നല്ല വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നെല്ലിയാമ്പതിയിൽ തന്നെ അവിടുത്തെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത്, പിന്നെ കുറച്ച് ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു. അവരും സഹായിച്ചു. അവരെ കൊണ്ടാവുന്ന അവർ നോക്കി. അപ്പോഴത്തേന് പച്ചക്കറി വിൽക്കാനും അല്ലെങ്കിൽ പേപ്പർ കൊടുക്കാനും അങ്ങനെ പല പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോകും. അതിനോടുകൂടെ തന്നെ പഠനവും പൊക്കോണ്ടിരുന്നു. അവിടുത്തെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ നെല്ലിയാമ്പതിയിൽ ഒരാളായിട്ട് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടൊക്കെ എനിക്ക്, ദൈവം എന്നുള്ള ഒരു വ്യക്തിയോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നു. പിന്നെ വീട്ടിലെ ദാരിദ്ര്യം, പിന്നെ അങ്ങനെയുള്ള അവസ്ഥകൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു, വല്ലാതെ തന്നെ മുറിവേൽപ്പിച്ചു. എന്റെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങി. ക്യാരക്ടർ ഫോമിങ് തന്നെ അത് ബാധിച്ചു. പിന്നെ പതിയെ പതിയെ അതുമായിട്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് എന്റെ അമ്മയുടെ കുടുംബത്തില് ഒരു ചേച്ചി, അവര് റോമൻ കത്തീഡ്രൽ ആണ്, TSL പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചേച്ചി മാത്രം അവിടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. പേര് ജെസിമോ. പുള്ളി അവിടെ ഒരു ബന്ധുക്കോസ് ചർച്ച് ഉണ്ടായിരുന്നു, മിസ്പ ചർച്ച്. അവിടെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്തത് പാസ്റ്റർ എബി ഡാനിയലാണ്. അവിടെ അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ചേച്ചിയാണ് ആദ്യമായിട്ട് രക്ഷിക്കപ്പെടുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ. ഒരു ദിവസം എന്റെ കുടുംബത്തിലെ അച്ഛന്റെ അമ്മയുടെ കുടുംബക്കാർ മൊത്തം ചേച്ചിയുമായിട്ട് ഫൈറ്റ് ആയിരുന്നു. ഇങ്ങനെ അവിടേക്ക് പോകരുത്, കാരണം എല്ലാവരും ചർച്ചിൽ പോകുന്നുണ്ട്, നീ മാത്രം ചർച്ച് മാറി പോകരുതെന്ന്. ചെറിയ പ്രായമായിരുന്നു, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേച്ചിയുടെ അന്ന്. അപ്പൊ തന്നെ ചേച്ചി അതിനൊന്നും സമ്മതിക്കാതെ അവിടെ നിന്ന് ഒരുപാട് അവരെ ചേച്ചിയെ ഫോഴ്സ് ചെയ്തു. വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇരുത്താൻ തുടങ്ങി. രാത്രി കതകടച്ച് പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ വിഷമമെല്ലാം കണ്ടു. ഞാൻ ചേച്ചിയോട് ചോദിക്കണ്ടായിരുന്നു, ഈ CSI ചർച്ചിലും യേശുക്രിസ്തുവിനെ തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്, പിന്നെ നീ എന്തിനാ ഇത്രയും വഴക്കും തല്ലെല്ലാം മേടിച്ചിട്ട് അവിടേക്ക് തന്നെ പോകണമെന്ന് വാശി പിടിക്കുന്നു? അപ്പൊ ചേച്ചി പറഞ്ഞൊരു വാക്ക്, നിനക്ക് ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. കാരണം മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു എന്റെ അവസ്ഥ അന്ന്. അത് ചേച്ചിക്ക് നല്ലപോലെ അറിയായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചിയുടെ ഒരു കൂട്ട് എന്ന പോലെ ഞാൻ ചേച്ചിയുടെ കൂടെ പോയതാണ് പള്ളി. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല, അവളുടെ ഒരു കൂട്ട് എന്നൊരു രീതിയിൽ ഞാൻ പോയി. അങ്ങനെ പോയി പാസ്റ്റർ എന്നോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ തന്നെ വചനങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ആ ദേവദാസം മുഖാന്തരം, എബിഡാനിയൽ പാസ്റ്റർ മുഖാന്തരം ഞാനും ദൈവത്തിലേക്ക് അടുത്തു. എന്റെ അകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ശൂന്യത ഉണ്ടായിരുന്നു. അതിനെല്ലാത്തിനുമുള്ള ഒറ്റ ഉത്തരവായിരുന്നു യേശുക്രിസ്തു. എനിക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും ഉള്ള ഉത്തരം യേശുക്രിസ്തു. അപ്പൊ ഞാൻ അത്രയും കാലം തേടി നടന്നതെല്ലാം എനിക്ക് ആ ഒറ്റ വാക്കിൽ കിട്ടി. അങ്ങനെ ആ ദൈവസ്നേഹം അറിഞ്ഞു. പിന്നെ എന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ കാര്യം ദൈവസാന്നിധ്യം അല്ലാണ്ട് അനുഭവിക്കാൻ പറ്റി. അന്ന് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, നെല്ലിയാമ്പതി വെച്ച് തന്നെ. അത് കഴിഞ്ഞ് പാസ്റ്റർ ഇന്നേ വരെ ദൈവം അത്ഭുതകരമായി വഴി നടത്തി. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ +1 ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് അതും എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ പ്രാർത്ഥിച്ച് കിട്ടി. പിന്നെ അവിടുന്ന് ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം ആർമിയിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി പോയിരുന്നു. അങ്ങനെ അവരുടെ കൂട്ടിന് പോകുന്ന രീതിയിൽ ഞാനും പോയി. എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ പോയി. ഞങ്ങൾ ജനറൽ ഡ്യൂട്ടിക്കാണ് റിക്രൂട്ട്മെന്റിന് പോയത്. ജനറൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എന്റെ കൂടെ വന്നവരെല്ലാം ഒരുപാട് വട്ടം റിക്രൂട്ട്മെന്റിന് പോയ ആൾക്കാർ. അവര് പറഞ്ഞു ഒരുപാട് തിരക്ക് കാണും, നമുക്ക് 2 ദിവസം മുമ്പ് പോവാന്ന് പറഞ്ഞിട്ട് 20ാം തീയതി നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഞങ്ങൾ 18ാം തീയതി തന്നെ എത്തി. അപ്പൊ ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒട്ടത്തിന് പോയപ്പോ അവിടെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ അറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ ചോദിച്ചു, ഇവിടെ റിക്രൂട്ട്മെന്റ് 20ാം തീയതി അല്ലേ, ഇന്ന് എന്താ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്? അവര് പറഞ്ഞു ഇത് നടക്കുന്നത് ക്ലർക്കിന്റെ റിക്രൂട്ട്മെന്റ്, 20ാം തീയതി ജനറൽ ഡ്യൂട്ടിയുടെയാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു ലഫ്റ്റനന്റ് കേണൽ സർദാർജി പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാ +2 കഴിഞ്ഞത്? ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ കുറച്ചുപേരെ അതിനകത്ത് ഓടാൻ പറഞ്ഞു, അപ്പൊ തന്നെ ഓടാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയ ബാഗെല്ലാം സൈഡിൽ വെച്ചു, അങ്ങ് ഓടി. ഞങ്ങൾ 2 പേർക്ക് കിട്ടി, എനിക്കും വേറൊരു പയ്യനും കിട്ടി. അതിൽ ക്ലർക്കായിരുന്നു. അങ്ങനെ ആർമിക്കകത്ത് ക്ലർക്കിന് പോസ്റ്റ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ക്ലർക്കായിട്ട് കിട്ടി. അതിന്റെ എക്സാം, ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞു. എക്സാം എത്തി. എക്സാം ഒരു തുറന്ന ഗ്രൗണ്ടിലാണ്, ഓപ്പൺ പ്ലേസ്, നല്ല വെയിലത്തിരുന്ന് എക്സാം എഴുതായിരുന്നു. കൂടുതലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം എനിക്ക് അറിയുന്ന സിമിലർ ആൻസേഴ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം ശരി ഉത്തരവായി തോന്നുന്നു നമുക്ക്. ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്തു.
മാർക്ക് ചെയ്ത് എക്സാം എല്ലാം കഴിഞ്ഞു. അവസാനം ഒരു അരമണിക്കൂർ എന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. ഞാനത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കിയപ്പോ ഞാൻ എഴുതിയത് മൊത്തം തെറ്റായിരുന്നു. ധൃതി വെച്ച് എല്ലാം മാർക്ക് ചെയ്തു. ഞാനാകെ വിഷമിച്ച് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ദൈവമേ, ഇനി എന്ത് ചെയ്യും? എനിക്ക് അറിയായിരുന്നു, പക്ഷെ എന്താ ധൃതി കാരണം തെറ്റിപ്പോയല്ലോ. അപ്പൊ എന്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന ഒരു പയ്യനെ ആ സർദാർജി അടിച്ചു. കാരണം നോക്കിയപ്പോ അവൻ ഇതുപോലെ 2 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ. അപ്പൊ അയാൾ ദേഷ്യം വന്നിട്ട് എല്ലാവരുടെ വൺ വേർഡിന്റെ ഒരു ഷീറ്റ് മാത്രമാണ് മാർക്ക് ചെയ്യുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. അത് മൊത്തം തിരികെ മേടിച്ച് ചീന്തി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും ആർമിയിൽ പറ്റുന്ന ആൾക്കാരല്ല, എല്ലാവരും എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. പക്ഷെ ആരും അവിടെ നിന്ന് എഴുന്നേറ്റില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാളൊന്ന് തണുത്തു, പുതിയ ഷീറ്റ് തന്നു. ഇനി എല്ലാവരും സൂക്ഷിച്ച് മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പുതിയ ഷീറ്റ് തന്നു. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് വേണ്ടി എല്ലാവരുടെയും ഷീറ്റ് നിശ്ചിന്തി കളയിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നല്ലപോലെ എഴുതി. ഞങ്ങൾക്ക് 4600 പേര് എക്സാം എഴുതിയതിൽ 162 പേർക്ക് സെലക്ഷൻ കിട്ടി. ദൈവകൃപയാൽ എന്റെ പേര് അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു. പൂനെയിലായിരുന്നു, കിർക്കിയിലായിരുന്നു എന്റെ ട്രെയിനിങ് പീരീഡ്. അവിടുന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ആദ്യ പോസ്റ്റിംഗ് ആസാമിലേക്ക് പോയി. ആസാമിൽ തേജ്പൂരിൽ പോസ്റ്റിംഗ് പോയി. അതിനുശേഷം ജോലിയെല്ലാം പിടിച്ചു. പിന്നെ ജീവിതത്തിന് കുടുംബത്തിലെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. ആ ശമ്പളം വന്നതോടെ പെങ്ങളെ കൊച്ചിന് നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ ആക്കി. അങ്ങനെ അങ്ങനെ വീട്ടിലെ അവസ്ഥകൾ പതിയെ 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 മാറാൻ തുടങ്ങി. പിന്നെ പാലക്കാട് നിന്ന് ഞാൻ ഒരു ഫ്ലാറ്റ് മേടിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. താമരശ്ശേരി IPCയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു പെൺകൊച്ചിനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവളവിടെ പ്രൈവറ്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചു. കോയമ്പത്തൂരാണ് അപ്പൊ എനിക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്, കോയമ്പത്തൂർ എയർഫോഴ്സിൽ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു കൊച്ചായി. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ദൈവകൃപയാൽ. ഹവിൽദാറായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഓഫീസിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ദൈവത്തിനോട് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസികൾക്ക് ഒത്തുപോകാൻ പറ്റുന്നതല്ലായിരുന്നു. ഞാൻ കുറെയൊക്കെ അതിനെ അവോയ്ഡ് ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ ക്ലർക്ക്, സ്റ്റാഫ് ഡ്യൂട്ടി, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ എന്ന് പറഞ്ഞ 2 പോസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ സ്റ്റോർ കീപ്പർ ടെക്നിക്കലായിരുന്നു. സോ അത് വരുന്ന സ്റ്റോറിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര ലോ ക്വാളിറ്റിയാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു 100 രൂപയുടെ സാധനം മേടിക്കുന്നു. നമ്മൾ 100 രൂപ മേടിക്കുന്നു, അതിൽ 10 രൂപയുടെ പോലും ക്വാളിറ്റി ഇല്ല. ബാക്കി ആ 90 രൂപ പലർക്കും കമ്മീഷനായിട്ടും കൈക്കൂലിയായിട്ടും പോവുക. അപ്പോ എന്റെ പോസ്റ്റിലിരിക്കുന്ന ആൾക്കും ആ കൈക്കൂലി വരുമായിരുന്നു. അപ്പൊ ഞാൻ അതിനെ എതിർത്ത് നിന്നു. അപ്പൊ ഫുൾ ഓഫീസിന് കൈക്കൂലി കിട്ടാതെയായി, ഞാൻ ഒരാള് കാരണം. അങ്ങനെ അവരുടെ എതിർപ്പുകൾ വന്നു. പിന്നെ ദൈവകൃപയാൽ അവിടെ നിന്ന് പോസ്റ്റിംഗ് വന്നു. വേറൊരു സ്ഥലത്തേക്ക് മാറി. ഞാൻ യൂണിറ്റിന്റെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വേറൊരു സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് വന്നു. അവിടെ പോയപ്പോഴത്തേനും അതിലും വലിയ പ്രശ്നങ്ങൾ. കാരണം അവിടെ കോടിക്കണക്കിനുള്ള പ്രോജക്റ്റ്. അവിടുന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറെ വിഷമിച്ചു. വീട്ടിൽ വിളിച്ചു പറഞ്ഞു, പലരോടും സംസാരിച്ചു. ഒരു രക്ഷയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, "ദൈവമേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിനക്ക് ജോലി വേണോ അതോ തന്ന ആളെ വേണം?" ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് ജോലി വേണമായിരുന്നു. കാരണം എന്റെ ഫ്ലാറ്റിന്റെ EMI, കുടുംബം നടന്നു പോകുന്നതെല്ലാം ജോലി കാരണമാണ്. പിന്നെയും ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, നിനക്ക് ജോലി വേണോ അതോ ജോലി തന്ന ആളെ? ഞാൻ പറഞ്ഞു, എനിക്ക് ജോലി തന്ന ആളെ മതി. കാരണം ജോലിയല്ല എന്നെ ഉയർത്തിയത്, തന്ന ആളാണ്. ജോലി ഇപ്പോഴല്ലേ കിട്ടിയത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ദൈവമാണ്. ആ ദൈവമാണ് എന്നെ അന്ന് മുതൽ ഇന്ന് വരെ നടത്തിയത്. പിന്നെ ജോലി കിട്ടിയപ്പോഴാണ് ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ എന്റെ കുടുംബക്കാർ അറിഞ്ഞത്, അവരനുഗ്രഹിക്കപ്പെട്ടു തുടങ്ങി എന്ന്. പക്ഷെ ഞാനത് അനുഭവിക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ് മുതൽ തന്നെയായിരുന്നു. അങ്ങനെ ഇതിനെ എതിർത്ത് നിന്നു. അവിടുന്ന് ഒരു സൈൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാവരും കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ കൂടി കൂടി വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് രാജിവെച്ചു വന്നു. ജോലി രാജിവെച്ചു. അന്ന് ജോലി രാജിവെക്കുന്ന സമയത്ത് ഞാൻ ഹൗൽദാർ തന്നെയായിരുന്നു. നെക്സ്റ്റ് പ്രൊമോഷൻ വരാനിരിക്കുന്ന സമയമായിരുന്നു. 10 വർഷവും 7 മാസവും ഞാൻ സർവീസ് ചെയ്തു ടോട്ടൽ. അത് കഴിഞ്ഞ് അവിടുന്ന് രാജിവെച്ച് പോന്നു. പലരും എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. മണ്ടത്തരമായി ചെയ്തു പോയത്, കാരണം ഇത്രയും നല്ലൊരു ജോലി ഇനി ഒരു 5 കൊല്ലം കൂടി ചെയ്താൽ പെൻഷൻ കിട്ടുമായിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഒരു വചനമുണ്ടല്ലോ, കൊള്ളക്കാരോട് ചേർന്ന് കൊള്ള പങ്കിടുന്നതിനേക്കാൾ ദരിദ്രന്മാരോട് കൂടുതൽ ദരിദ്രനായിരിക്കുന്ന എനിക്ക് സന്തോഷം. അപ്പൊ എനിക്ക് ആ ദൈവത്തിന്റെ സ്നേഹവും ദൈവം തരുന്ന സമാധാനവും എന്നിൽ നിന്ന് എപ്പോഴും നഷ്ടപ്പെട്ടു പോയി അതിനകത്ത് ഇരുന്നുകൊണ്ട്. അങ്ങനെ
ഒരു സുപ്രഭാതത്തിൽ ആ ജോലി രാജിവെച്ചു. ഇപ്പോ ഒരു പ്രൈവറ്റ് കമ്പനി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും പലരിലും കുത്തലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആ ദൈവിക സമാധാനം എന്നെ വല്ലാതെ അത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരുന്നു. ഒരു വലിയ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനാണ് അല്ലേ? കാരണം നമുക്ക് ഉണ്ടായിരുന്നൊരു സേഫായിട്ടുള്ളൊരു ജോലി, കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു ജോലി, അത് റിസൈൻ ചെയ്ത് പുറത്തു വരിക വളരെ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനാണ്. അപ്പം അങ്ങനെയുള്ള തീരുമാനമെടുക്കുമ്പോൾ ഒത്തിരി ആളുകളും നമ്മളോട് നിരുത്സാഹപ്പെടുത്തും, നമ്മളോട് പറയും അങ്ങനെ ചെയ്യരുത് അല്ലേ? അതെ, അതെ, ഫസ്റ്റ്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോയോ? ആദ്യം ഞാൻ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഭാര്യയോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. അവള് അച്ഛന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടുകാരോടൊന്നും ചോദിക്കുന്നതിന് പകരം വൈഫിന്റെ അച്ഛനോട് ചോദിച്ചു. കാരണം പുള്ളിയാണല്ലോ ഒരു ജോലിയുള്ള ഒരു ഭവനമുള്ള ഒരാളെ കെട്ടിച്ചു തന്ന മോളെ. അപ്പൊ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. വൈഫിന്റെ അച്ഛൻ നേവിയിലായിരുന്നു, നേവി റിട്ടയർഡ് ആയിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഓക്കെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നു. വന്നതിന് ശേഷം ഇപ്പൊ ഞാനൊരു 2 കൊല്ലമായി ഞാൻ ജോലി രാജിവെച്ചിട്ട് ഇന്നേക്ക്. അപ്പോ ആ 2 കൊല്ലത്തിനിടെ കുറച്ചു കാലം ജോലി ഇല്ലാതിരുന്നു. പൈസയുടെ കുറെ ബുദ്ധിമുട്ടുകൾ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലാറ്റ് സെയിൽ ചെയ്തു. അപ്പൊ തന്നെ ഓരോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ എന്നെ കാണുന്ന പലരും എന്നോട് ചോദിക്കുമായിരുന്നു മണ്ടത്തരയിലെ ചെയ്തു പോയത്, അവിടെ ഇരുന്നാ പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേര് പ്രൊമോഷൻ കിട്ടി ഫോട്ടോസ് ഒക്കെ എടുത്ത് എന്നെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടെങ്കിൽ നീയും ഇപ്പൊ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറാണ്. ഏഹ് ആ ആ നീയാണ് നാട്ടിൽ പോയിട്ട് ഡ്രൈവറായി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. ആത്മീയമായിട്ട് നോക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. പക്ഷെ ലോകം നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ നോക്കുമ്പോഴും അവർക്ക് സ്നേഹം കൊണ്ടാണ് പലരും പറയുന്നത്. എങ്കിലും അത് വല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്നു. ചില സമയത്ത് ഞാനും പ്രാർത്ഥന കുറവുള്ള സമയത്ത് ഞാനും വല്ലാതെ ഡെസ്പായി പോകും. എന്താ കർത്താവ്, ഞാനത് വിട്ടു വന്നു. പക്ഷെ അതിനുശേഷം ഞാൻ പലപ്പോഴും പുറത്തു പോകാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും നടക്കുന്നില്ല. വിസയുടെ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോ ഞാൻ തന്നെ ചില സമയത്ത് താഴ്ന്നു വരികയും നീ എന്ത് ചെയ്യും, ഞാൻ ചെയ്ത് തെറ്റായി പോയോ എന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, നീ ചെയ്ത ഒരിക്കലും തെറ്റല്ല. നീ അന്ന് ജന്മനാ ദരിദ്രനായിരുന്നു പണ്ട് ഞാൻ നിന്നെ ആദ്യം കണ്ടു. ഇപ്പൊ നീ എനിക്ക് വേണ്ടി ദരിദ്രനായി മാറിയതാണ്. അപ്പൊ ആ ജന്മനാ ദരിദ്രനായി നിന്നെ ഉയർത്താൻ പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി നീ ഇപ്പൊ വിട്ട് എത്ര അധികം ഞാൻ നിന്നെ ഉയർത്തും എന്ന് പറഞ്ഞു. ഇനി അഥവാ നീ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെ എനിക്ക് നിന്നെ ഉയർത്താൻ നിന്റെ ജോലി ആവശ്യമില്ല, ആ ജോലി ആവശ്യമില്ല. അങ്ങനെ ദൈവകൃപയിൽ ബലപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ ഡിസിഷൻ അല്ലല്ലോ. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ വീടിൻ്റെ ലോൺ അടയ്ക്കണം അല്ലേ? അതിനൊക്കെ പിന്നെ പ്രശ്നങ്ങളുണ്ടായോ വീടുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൽ? വീടിന്റെ ലോൺ അടിക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് ഇന്നേ വരെ ഒരു EMI പോലും മുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ആ ഫ്ലാറ്റ് സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ എന്നെ രക്ഷിക്കപ്പെടുത്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ ജെസിമോൾ, അവർ ആ ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ താമസമില്ലായിരുന്നു. അങ്ങനെ ആ ചേച്ചിക്ക് തന്നെ ആ ഫ്ലാറ്റ് വിൽക്കാൻ പറ്റി. ഇപ്പൊ ആ ലോൺ അടയ്ക്കേണ്ട കാര്യം മാറി. പക്ഷെ അപ്പൊ തന്നെ ഞാൻ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഒരു വിസ എല്ലാം അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളൊന്നും ശരിയാവാത്ത രീതിയിൽ അങ്ങനെ പെൻഡിങ് ആയി നിന്നപ്പോ ഞാൻ ആദ്യം കുറെ വിഷമിച്ചു. അപ്പൊ ഒരു കൊല്ലം എങ്ങാണ്ട് ഞാൻ ആ വിസ അപ്ലൈ ചെയ്തിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അന്ന് വിസ വന്നിരുന്നെങ്കിൽ എന്റെ ആത്മീയമായ ചിന്താഗതി വളരെ ചെറുതായിരുന്നു. ജോലി അല്ലെങ്കിൽ അനുഗ്രഹം, രോഗശാന്തി, അങ്ങനെയുള്ളൊരു ചെറിയൊരു ഈ സംഭവത്ത് കുടുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി ദൈവരാജ്യം അല്ലെങ്കിൽ ആത്മാക്കളുടെ രക്ഷ, അനേകർ കരയുന്ന എന്നെ പോലെ കരയുന്ന ആൾക്കാരെ കുറിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ അനുഭവം, ആ ആത്മീയമായിട്ടുള്ള ചിന്താഗതി തന്നെ ദൈവം മാറ്റിയെടുത്തു ഈ ഒരു വർഷം കൊണ്ട്. ആദ്യം കുറെ കരഞ്ഞു, കൈയും കാലോട്ട് അടിച്ചു, കർത്താവ് എന്താ തരാത്ത എന്താ തരാത്ത. പക്ഷെ പിന്നെ പറഞ്ഞു, മോനെ നീ നിന്നെ ഞാൻ പഠിപ്പിക്കുകയാണ്, ഇപ്പൊ നീ ട്രെയിനിങ് പീരീഡിലാണെന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി. ഞാൻ എനിക്ക് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ജോലിയൊക്കെ വിട്ടു നിന്ന കുറേ സമയങ്ങൾ, ഒത്തിരി ചോദ്യങ്ങളും, ഒത്തിരി ഒരു സ്പിരിച്വൽ സ്ട്രഗിളിലൂടെ ഒക്കെ പോയി അല്ലേ? ആ അനുഭവങ്ങൾ കൂടെ ഒക്കെ ഒന്ന് പങ്കുവെക്കാം. അതുപോലെ കർത്താവ് എങ്ങനെയാണ് ബലപ്പെടുത്തിയത്, എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ തന്നത്, ഇതൊക്കെ പറയുകയാണെങ്കിൽ അനുഗ്രഹമാണ് കേട്ടോ. മറ്റ് അനുഭവങ്ങൾ കൂടെ പറയുകയാണെങ്കിൽ അനുഗ്രഹം. ദൈവത്തിൻ്റെ നടത്തിപ്പ്, കാവൽ, പരിപാലനമൊക്കെ അനുഭവിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാന് പക്ഷേ ഈ ജോലി വിട്ട സമയത്ത് പെട്ടെന്ന് തന്നെ നാട്ടിൽ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോലി വിടുന്നത് തന്നെ. നാട്ടിൽ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു പോകണം എന്നുള്ള ചിന്താഗതി.
പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചതിൽ വിസ കിട്ടുന്നുള്ളത് 100% ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എന്തോ കൊണ്ട് കിട്ടിയില്ല. കാരണം ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർഡായി പെട്ടെന്ന് വന്നതാണ്. പെൻഷൻ ഇല്ലാതെ റിട്ടയർഡായി വന്നു. അന്ന് ഞാൻ കാനഡയ്ക്കായിരുന്നു വിസ അപ്ലൈ ചെയ്തത്. അപ്പൊ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വിസ ഡിലേ ആയി. അങ്ങനെ കുറച്ചു കാലം 1-2 മാസം കഴിയുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. ഓരോ മാസം ഡിലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം കുറഞ്ഞു 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 ഒരു 6 മാസം എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേവലാതിയായി. ദൈവം ഇനി എന്ത് ചെയ്യും? പിന്നെ ഒരു വർഷമായപ്പോഴത്തേനും വല്ലാതെ അങ്ങ് തകർന്നു പോയ അവസ്ഥയായി. അപ്പൊ ഞാൻ ഒരു ദിവസം പാസ്റ്റർ ഈങ്ങാപ്പുഴ ഒരു ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയറിന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കും. ബസ്സിൽ ഒരു പുള്ളി പാസ്റ്ററെ കണ്ടു. പാസ്റ്ററുടെ പേര് ജോം എന്നാണ്. പാലക്കാടുള്ള ഒരു പാസ്റ്റർ. പുള്ളിയെ ഞാൻ കണ്ടു. അപ്പൊ എന്റെ കയ്യിൽ മൊബൈലിൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ വേഗം വിളിച്ചു, പാസ്റ്റർ ഞാൻ ഇപ്പൊ കണ്ടല്ലോ, എങ്ങോട്ട് പോവാ? അപ്പൊ ഞാൻ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോവാണ്, വരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ പാസ്റ്റർ നീ എവിടെയാ ആദ്യം കണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ കവലയിൽ പന്നിയിറച്ചി വിറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ വിശ്വാസിയാണ്. അപ്പൊ ഈ പാസ്റ്റർ കാലത്ത് 8 മണിക്ക് ഞായറാഴ്ച ഇങ്ങനെ എഴുന്നേറ്റ് കവലകളിലൊക്കെ നടന്ന് സുവിശേഷം പറയുക. ഞങ്ങളുടെ ചർച്ചിൽ എന്തോ മീറ്റിങ്ങിന് വന്നതാണ്. പക്ഷെ പുള്ളിക്കാരൻ പകൽ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇറച്ചി വിറ്റുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആള് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇറച്ചി വേണം, പന്നിയിറച്ചി വേണം? പന്നിയിറച്ചി വേണ്ട, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാനും വിശ്വാസിയാന്ന് പറഞ്ഞപ്പോ ആളെന്റെ മുഖത്ത് നോക്കി ഒന്ന് കരഞ്ഞു. എന്നിട്ട് അടുത്ത ആളുകളത്തേക്ക് പോയി സുവിശേഷം പറയാൻ. അപ്പൊ അന്ന് ഞാൻ ആ പാസ്റ്റർ നിന്നെ കാണുമ്പോൾ ദരിദ്രനായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ജന്മനാ നീ ദരിദ്രനായിരുന്നു, പക്ഷെ ഇപ്പൊ നീ എനിക്ക് വേണ്ടിയാണ്, ഞാൻ നിന്നെ ഉയർത്തുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആ ബലത്തിലും അല്ലെങ്കിൽ പ്രാർത്ഥനയിലും ദൈവം തരുന്ന ആ ഉത്തരവും ജീവിച്ചു മുമ്പോട്ട് പോയി. പിന്നെ പതിയെ പതിയെ മുമ്പോട്ട് പോയപ്പോൾ പിന്നെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും പറയാൻ തുടങ്ങി. പിന്നെ ചെറിയ വിഷമമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് പോയി. അപ്പൊ ഞാൻ വല്ലാതെ തകർന്ന ഒരു അവസ്ഥയിൽ, വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായി. എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പെൻഷൻ ഒരു 4 വർഷം കൂടി ചെയ്തിരുന്നെങ്കിൽ പെൻഷൻ കിട്ടുമായിരുന്നു. 4 വർഷം ഇങ്ങനെ പിടിച്ചു നിൽക്കാമായിരുന്നു എന്ന് എന്റെ മനസ്സിനകത്തിന് തോന്നാൻ തുടങ്ങി. അപ്പോ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ മണ്ടത്തരം കാണിച്ച ഒരാൾ എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ജോൺ പാസ്റ്റർ ഞാൻ വീണ്ടും കാണാനായിട്ട്, ഞാൻ പുള്ളിയുടെ വീട്ടിലേക്ക് തന്നെ പോകാനിടയായി. കാരണം അവിടുത്തെ ഒരു പാസ്റ്റർ, സുരേഷ് പാസ്റ്റർ, പാലക്കാടിൽ പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരു ആത്മീയ പിതാവാണെന്ന് തന്നെ പറയാം ജോൺ പാസ്റ്റർ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് സുരേഷ് പാസ്റ്റർ ഒരു കാര്യം എന്നോട് പറയുന്നത്. ജോൺ പാസ്റ്റർ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററായി. ഒരു ദിവസം പുള്ളി ജോലി രാജിവെച്ച് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോ പുള്ളിക്കാരനും പെൻഷൻ ഇല്ല. ആളും പെൻഷൻ സർവീസിന് മുമ്പാണ് ജോലി രാജിവെച്ചത്. അപ്പൊ എനിക്ക് സമാധാനമായി, കർത്താവേ, ഞാൻ മാത്രമല്ല, ഇങ്ങനെ അനേകര് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു തെറ്റല്ല. അത് ദൈവം കണ്ടവര് ദൈവം വിളിച്ച് വേർതിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ജോൺ പാസ്റ്ററെ പോയി കണ്ടു, സംസാരിച്ചു. ഭയങ്കരമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ബലപ്പെട്ട പാസ്റ്ററാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു വന്നത്. കാരണം ദൈവത്തിന് വേണ്ടി 4 വർഷം നിന്ന് എനിക്ക് പെൻഷൻ കിട്ടുമായിരിക്കും, പക്ഷെ ഒരു ദിവസം പോലും നിന്ന് എന്റെ ആത്മമനുഷ്യൻ മരിച്ച് ഞാൻ നരകത്തിൽ പോവുമായിരുന്നു. പക്ഷെ അത് പെൻഷൻ കിട്ടില്ല എന്നുള്ള ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടല്ലോ എന്നുള്ള സന്തോഷം, അതിന്റെ ദൈവ സാന്നിധ്യവും ദൈവകൃപയും കൂടെ ഉള്ളത് വലിയ സന്തോഷം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ നമുക്കറിയാവുന്ന പലരും പട്ടാളത്തിലുണ്ടായിരുന്നവർ പെൻഷൻ കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ റിസൈൻ ചെയ്ത് ഇറങ്ങിയ ആളുകളുണ്ട്. PG വർഗീസങ്ങളുടെ അനുഭവം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? PG വർഗീസങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇന്ന് കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്നൊരു പ്രായമുള്ള ദൈവദാസനാണ്. അദ്ദേഹം റിസൈൻ ചെയ്യുമ്പോൾ 10-30 വയസ്സേ ഉള്ളൂ, 29-30 വയസ്സ്. PG വർഗീസങ്ങളും ക്ലറിക്കൽ പോസ്റ്റിലായിരുന്നു കേട്ടോ. പട്ടാളത്തിലെ ഓഫീസ് ജോലിയായിരുന്നു PG വർഗീസങ്ങളും. അദ്ദേഹം റിസൈൻ ചെയ്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലെറ്റർ, അദ്ദേഹത്തിൻ്റെ ആ ലെറ്റർ ഇഷ്യൂ ചെയ്ത ഓഫീസറുടെ മുമ്പിൽ വെച്ച് തന്നെ വലിച്ചു കീറി. അപ്പം അദ്ദേഹം അതിന് പറയുന്ന കാരണം, ഈ ലെറ്റർ കയ്യിലിരുന്നാൽ, ഓഫീസർക്ക് ദേഷ്യപ്പെട്ടു, നീ എന്തോ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പറയുന്ന കാരണം, ഈ ലെറ്റർ കയ്യിലിരുന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും പട്ടിണിയോ പ്രശ്നമോ വരുമ്പോൾ ഈ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും ജോലി അന്വേഷിക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നങ്ങനെ ഒരു മനസ്സിൽ വ്യത്യാസം
മാറ്റം ഉണ്ടാകാതിരിക്കാൻ ഇപ്പോഴേ ആ ലെറ്റർ വലിച്ചു കീറി കളഞ്ഞെന്ന അങ്കിളിൻ്റെ ജീവിതാനുഭവത്തിൽ പറയുന്നത്. അങ്കിൾ നമ്മുടെ ചാനലിൽ വന്നൊരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആസാദിയുടെ ന്യൂസ് ചാനലിൽ ഒരു പട്ടാളക്കാരൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം ആയിരിക്കുന്ന ആ ഒരു റെജിമെൻറ്റിൽ, പ്രത്യേകിച്ച് എനിക്കൊന്ന് സിഖ് റെജിമെൻ്റ് ഏതാണ്ടാണെന്ന് തോന്നുന്നു, അതിനകത്ത് നിർബന്ധമാണ് ഈ റെജിമെൻറ്റിൻ്റെ ലീഡർ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ട്രൂപ്പിൻ്റെ ലീഡർ, അദ്ദേഹം അതിൻ്റെ ലീഡറാണ്, നിർബന്ധമായിട്ടും ആ ഒരു റെജിമെൻറ്റിൻ്റെ ഒഫീഷ്യൽ അമ്പലത്തിലെ പൂജാരിയും കൂടെ. പക്ഷേ ഇദ്ദേഹം ഒരു വിശ്വാസിയാണ്. വിശ്വാസിയായ തനിക്ക് പൂജ ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് തനിക്ക് അവിടെ നിന്ന് പട്ടാളത്തിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. ഡൽഹി കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൻഷനും അലവൻസുകളും ഒന്നും കൊടുക്കാതെയാണ് പിരിച്ചുവിട്ടത്. ഫൈനൽ ഡിസിഷൻ വന്ന് അദ്ദേഹത്തിൻ്റെ പെൻഷനും അലവൻസും കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് ഫൈനൽ ഡിസിഷൻ വന്നു. ഇത് ഈ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് സംഭവിച്ചതാണ്. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി തമിഴ്നാട്ടുകാരനാകുന്ന ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം എടുത്തൊരു തീരുമാനം, അദ്ദേഹം തൻ്റെ റെജിമെൻറ്റിനെ നയിച്ചുകൊണ്ട് അമ്പലം വരെ പോകും, താൻ പരേഡ് നയിച്ചുകൊണ്ട് പോകും. പക്ഷേ അദ്ദേഹം അമ്പലത്തിൽ കയറത്തില്ലായിരുന്നു. ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ഓഫീസറുടെ കമാൻഡ് അദ്ദേഹം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതേ വഴിയിൽ കൂടിയാണ് പ്രിയപ്പെട്ട വൈശാഖ് ബ്രദറും നടക്കുന്നത്. ദൈവനാമം നിമിത്തം ഇത് വ്യത്യസ്തമാണ്. ഇത് അഴിമതിക്കെതിരെയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, അഴിമതിയില്ലാത്ത ഒരു മേഖല കാണാൻ പറ്റത്തില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് അഴിമതിയുണ്ട്. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് പറയുമ്പോൾ ആളുകൾക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ളത് പ്രതിരോധ വകുപ്പിലാണ്. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കാൻ അതുകൊണ്ട് സാധ്യതയുമുള്ളത് പ്രതിരോധ വകുപ്പിലാണ്. നമ്മളെയൊക്കെ ഒത്തിരി വിഷമിപ്പിച്ച ഏറ്റവും വലിയ അഴിമതികൾ നടന്നിട്ടുള്ളത് പ്രതിരോധ വകുപ്പുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാർഗിൽ ശവപ്പെട്ടി കുംഭകോണം. മരിച്ച പട്ടാളക്കാരുടെ, രക്തസാക്ഷികളുടെ ശവപ്പെട്ടി വാങ്ങിക്കാൻ വരെ കുംഭകോണം നടത്തിയ ഒരു അഴിമതിയുടെ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്, പ്രതിരോധ വകുപ്പിലുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ബോഫോഴ്സ് ഉണ്ട്, ആ അഴിമതി, ഈ അഴിമതി, എല്ലാം പ്രതിരോധ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ അഴിമതികളാണ്. അപ്പം അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരിടത്ത് വിജയോടി സംഘിള് സാക്ഷ്യത്തിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഈ പട്ടാളത്തിലെ പേപ്പറൊക്കെ എടുക്കുന്ന കാര്യവും ചെറിയ ചെറിയ തെറ്റുകൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ റിപ്പൻറ്റ് ചെയ്തതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങളെപ്പോലുള്ള ധീരന്മാർ, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് 4 വർഷം കൊണ്ട് നിൽക്കാമായിരുന്നു. പക്ഷേ സത്യസന്ധനാകുന്ന ഒരു ദൈവവിശ്വാസിക്ക് അത് പറ്റുകയില്ല. ദേശദ്രോഹമാണ്, രാജ്യദ്രോഹമാണത്. ശരിക്കും രാജ്യത്തിൻ്റെ പ്രതിരോധ ബഡ്ജറ്റിൽ വരുന്ന പണത്തെ തട്ടിപ്പുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാണെന്നുള്ളത് എത്ര പേർ തിരിച്ചറിയുന്നു? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതാണ് നമ്മളെ ആ രാജ്യദ്രോഹം ചെയ്യാതെ പുറത്തു വരുവാൻ കാരണമായി തീർന്നത്. ഒരു സത്യവിശ്വാസിക്ക് മാത്രമേ അത്ര ബോൾഡായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ കഴിയുകയുള്ളൂ. ഇതൊരു പ്രോസസ്സാണ് വൈശാഖ് ബ്രദറെ. ഇന്ന് ദൈവം നമ്മളെ നടത്തുന്നു, നാളെ ഈ സ്റ്റോറി ഇനിയും ഡെവലപ്പാകും. നിങ്ങൾ ഫെയ്ത്ത്ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നാളെ വൈശാഖ് ബ്രദറും കുടുംബവും ഏതൊക്കെ വിധത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന വഴികൾ എന്താണ്, അത് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വൈശാഖ് ബ്രദറിൻ്റെ വൈഫിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഉറച്ച ചുവടുകൾ വെക്കാൻ പറ്റത്തില്ല, അല്ലേ? അതെ, ഒരു ദിവസം ഞങ്ങൾ കോയമ്പത്തൂരുള്ളപ്പോൾ ഞാൻ ഈ കാര്യം വൈഫുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു, അവരെ ഈ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ കിട്ടും, നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയാണ്, ഞാൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ സൈൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എനിക്ക് അതിനോട് താല്പര്യമില്ല. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞു, എന്നെയും കൊച്ചിനെയും നീ വേണമെങ്കിൽ പട്ടിണി കിടത്തിക്കോ, എന്നോട് പറഞ്ഞാൽ മതി, ഇന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പട്ടിണി കിടക്കാം, എന്നാൽ പോലും ഈ കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒരു വാ ചോറ് ഞങ്ങൾക്ക് തന്നു പോകരുത്, അത് നമ്മുടെ കുടുംബത്തിന് ശാപകാരണമായി പോകുന്നു അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെ എത്ര കഷ്ടം വന്നാലും എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഓക്കെ, പ്രാർത്ഥിച്ചെങ്കിൽ അതിനെ മോങ്ങറിപ്പിക്കുക പോലും ചെയ്യാതെ
ആ ദൈവസാന്നിധ്യത്തിൽ തന്നെ അവളും നിൽക്കുന്നുണ്ട്. രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരേ അപ്പനായതുകൊണ്ട് ആ അപ്പൻ രണ്ട് മക്കളെയും ഒരേ രീതിയിൽ വഴി നടത്തും. അതുകൊണ്ട് ദൈവം മുമ്പോട്ട്. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം, ചില വിശ്വാസികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വലിയ അഴിമതി ഉള്ളതുകൊണ്ട് അവർ പൈസ വാങ്ങത്തില്ല, അഴിമതിയുടെ പണം പറ്റത്തില്ല. അതിൻ്റെ വിഹിതം, അതിൻ്റെ ഒരു ഷെയർ, എല്ലാവർക്കും ഷെയറുണ്ട്. ഒരു അഴിമതി നടക്കുമ്പോൾ ഒരാൾ മാത്രമല്ല, അതെല്ലാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ടായി പോവുകയാണ്. ആ ഷെയർ വാങ്ങാത്തത് കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ് കേട്ടോ. ആരോ ഒരാൾ ആ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു, പുള്ളി വാങ്ങത്തില്ല, പുള്ളിയുടെ വീതം കൊണ്ട് എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. ഒരാൾ വാങ്ങാതിരിക്കുന്നുണ്ട്, അഴിമതിക്ക് കുറവൊന്നുമില്ല, പുള്ളി വാങ്ങാത്തതൂടെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യം അങ്ങനെയൊക്കെയാണ് ചലിക്കുന്നത്. മറ്റേ പറയാൻ എന്തെങ്കിലും അനുഭവം വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം കേട്ടോ. ദൈവം നടത്തിയ, ദൈവത്തിൻ്റെ നടത്തിപ്പ്, കാവൽ, പരിപാലനം, ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളല്ലാതെ മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം. ഞാന് ഈ പ്രശ്നം രക്ഷിക്കപ്പെട്ട് കുറച്ചു കാലത്തിന് ശേഷം ജോലിക്കെല്ലാം ജോയിൻ ചെയ്ത് ചില പ്രശ്നങ്ങളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സ്ത്രീകളായപ്പോ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അന്നൊരു ദിവസം ഞാന് മതി, ജീവിതം മടുത്തുപോയി, അല്ലാതെ വിഷമിച്ച് മടുത്ത് അന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാതെ ആയിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജീവിതം അല്ലാതെ മടുത്തുപോയി. എനിക്ക് മരിക്കണം എന്നുള്ള ചിന്ത വരെ വന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ ഓഫീസിന്റെ 4-ാം നിലയിൽ കയറി നിന്നു. മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നിന്നതാണ്. ഒരുപാട് അവിടെ നിന്ന് കരഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ എന്നെ ഫോൺ ചെയ്തു. ഒരു മലയാളിയായൊരു ക്ലർക്കാണ്, പുറമേക്കാരൻ, ഹിന്ദുവാണ്. പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് കോൾ വന്നു. ഞാൻ എടുത്തു, സംസാരിച്ചു. അപ്പൊ നീ അല്ലാതെ കരഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാൻ സ്ഥലം പറഞ്ഞു, ഇന്ന സ്ഥലത്ത്. അവൻ വേറൊരു സ്ഥലത്തായിരുന്നു, ഞാൻ ബാംഗ്ലൂരായിരുന്നു, അവൻ ഹിമാചൽ പ്രദേശോ. അവിടെ നിന്ന് വിളിച്ചത് തന്നെ. ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി നിൽക്കാമെന്ന് പറഞ്ഞു. അവന് കാരണം പോലും ചോദിച്ചില്ല. എന്നാ ശരി, സോറി ഇട്ടോ, വന്നിട്ട് കട്ട് ചെയ്തു, ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ആകെ വിഷമിച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ അവനൊന്നും പറയാത്ത? ഇന്ന് കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ പിന്നെ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ മരിച്ചില്ലേന്ന് ചോദിച്ചു. നീ എന്താ കളിയാക്കാമെന്ന് ചോദിച്ചു ഞാൻ അവനോട്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നീ മരിക്കാനായി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ടല്ലോ, അതിന് ഒരു ധൈര്യം വേണം. അതിന്റെ പകുതി ധൈര്യം പോലും വേണ്ട ജീവിക്കാൻ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അപ്പൊ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തുപോയി, ദൈവമേ, ആരെയെല്ലാം ഉപയോഗിച്ചാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. ഒരു അക്രൈസ്തവനായ ഒരു ഹിന്ദു പയ്യനെ വിളിച്ചു. അന്ന് വേറെ ആരെന്നെ വിളിച്ചിരുന്നെങ്കിലും ഉറപ്പായി ഞാൻ ചാടുവായിരുന്നു. നമ്മളൊരു എന്നെ സ്നേഹത്തോടെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ അവനെ വേറെ രീതിയിൽ ദൈവം ഉപയോഗിച്ച് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അങ്ങനെ പല സന്ദർഭങ്ങളിലും. കഴിഞ്ഞ ദിവസം പാസ്റ്റർ, ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഓടിക്കുന്ന ട്രക്ക് വടകര സ്ഥലത്ത് വെച്ച് മറിഞ്ഞു. ഡിവൈഡറിൽ ഇടിച്ച് എന്റെ ഭാഗത്തേക്ക് വണ്ടി മറിഞ്ഞ് കുറെ ദൂരം അങ്ങ് പോയി. ആളുകളെല്ലാം ഓടിക്കൂടി. എല്ലാവരും വിചാരിച്ചു ഡ്രൈവർ മരിച്ചു കാണും. പക്ഷെ എന്റെ കയ്യിൽ ചെറിയൊരു പോറൽ മാത്രമായി, എല്ലിന് പോലും ഒന്നും സംഭവിക്കാതെ ചെറിയ സ്ക്രാച്ചസോടുകൂടി ദൈവം എന്നെ വിടുവിച്ചു. ഞാൻ ആ വണ്ടി ഇടിച്ച് കുറച്ചു നേരം ഇങ്ങനെ ഉയർന്നു പോയിട്ടാണ് വീണത്. ആ വണ്ടി ഉയർന്നു പോകുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, എന്നെ കുറിച്ചുള്ള പദ്ധതികൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. വിഷമത്തോടെയല്ല, എന്നാലും സാധാരണ സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംസാരിച്ചു, ദൈവം ഇത്രയേ ഉള്ളൂ, ജീവിതം കഴിഞ്ഞു, നീ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഞാൻ മരണം എന്റെ മുന്നിൽ കണ്ടു. അവിടെ ദൈവം വിളിച്ചു. എന്റെ കൂടെയുള്ള ഒരു പയ്യൻ മുസ്ലിമാണ്, എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നെ ഹോസ്പിറ്റലിലാക്കി നേരെ മുസ്ലിം പള്ളിയിലേക്ക് പോയി. അവൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ? അവൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ രണ്ടുപേരും മരണത്തിൽ നിന്ന് പുറത്തു വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മരണത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. എന്നിട്ട് ഞാൻ വന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് രാത്രി ഞാൻ അവളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിശാച് നമ്മളെ കൊല്ലാൻ നോക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. ഒന്നും കാണാതെ അവൻ കൊല്ലാൻ നോക്കുന്നില്ല. അവന് പല കാര്യങ്ങളും വെച്ച് നോക്കി എന്നെ വീഴ്ത്താനും അല്ലെങ്കിൽ നമ്മളെ തെറ്റിച്ചു കളയാനും പ്രാർത്ഥന മുടക്കാൻ. അതിലൊന്നും അവൻ ജയിക്കാതായപ്പോഴാണല്ലോ അവൻ നമ്മളെ ജീവനെ എടുക്കാൻ നോക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോകുന്നതിന് ഉള്ളതിന് ഇതിലും വലിയ ഒരു തെളിവ് ഇനി വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചത്. അതെ, വൈശാഖ ബ്രദർ, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ്, നിങ്ങളുടെ സ്റ്റോറി ഇവിടെ തീർന്നിട്ടില്ല. കാരണം
ഇത്ര ബോൾഡായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്ത് പട്ടാളത്തിൽ നിന്നൊക്കെ രാജിവെച്ച് പുറത്തു വന്ന് കുറേ ട്രക്കൊക്കെ ഓടിച്ച് ജീവിതം തീർക്കാനുള്ളൊരു വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഇതിലൊക്കെ അപ്പുറമായ പദ്ധതിയുണ്ട്. അപ്പോൾ ആ നിയോഗം ഒന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന, അനേകരുടെ കണ്ണുനീരൊപ്പുന്ന, അനേകരെ ഇരുട്ടിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി. നമ്മളെപ്പോലെ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന എത്രയോ പേരുണ്ടല്ലേ, അവരുടെ കണ്ണുനീരൊപ്പാൻ കർത്താവിൻ്റെ ഒരു പട്ടാളക്കാരൻ. കർത്താവിൻ്റെ പട്ടാളക്കാരന് അഴിമതിയൊന്നും ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശക്തമായിട്ടുള്ളൊരു മിഷൻ ചാലഞ്ച് ചെയ്യുകയാണ്. ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ചോദിക്കണം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. കർത്താവ് സംസാരിക്കും. കർത്താവ് വ്യക്തമായ ചില നിയോഗങ്ങൾ നൽകും. രാജ്യദ്രോഹം ചെയ്യാതെ, അഴിമതി ചെയ്യാതെ, സത്യസന്ധമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക സുവിശേഷകന്മാരുടെ ആവശ്യമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ ദൈവരാജ്യത്തിൻ്റെ ആവശ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു പട്ടാളക്കാരനാകുവാൻ കർത്താവ് വിളിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ. അത് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കണം. ആ നിയോഗം എന്താണെന്ന് കർത്താവിനോട് ചോദിച്ച് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, സഭകളോടൊക്കെ പറയുക, നമ്മൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ ചർച്ചുകൾക്കകത്തൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണം. വളരെ ബോൾഡായിട്ടുള്ള ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് ഒരാൾ വിശ്വാസത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെളി വരുമ്പോൾ, എടാ നീ കാണിച്ചത് മണ്ടത്തരമാടാ എന്ന് പറയാതെ, ബ്രദറെ നിന്നെപ്പോലുള്ളവരെയാണ് ലോകത്തിൽ ദൈവരാജ്യത്തിന് ആവശ്യം, നീ ധൈര്യവാനാണെന്ന് പറയുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ നമ്മുടെ സഭകളിലെല്ലാം ഉണ്ടാകണം. പലപ്പോഴും നമ്മുടെ ആളുകളൊക്കെ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക്, അവർ ഈ ഭൗതിക നന്മയും പണവും ഇത് മാത്രമേ നോക്കത്തുള്ളൂ. നമ്മളൊക്കെ മണ്ടന്മാരാണ്. ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നവർ മണ്ടന്മാരാണ്. ഞാനൊരിക്കലൊരു തീരുമാനമെടുത്തപ്പോൾ എന്നെ വളരെ സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞു, നീ മഹാമണ്ടനാന്ന് പറഞ്ഞു. എൻ്റെ അടുത്തൊരു സ്ട്രോങ് ഡിസിഷനായിരുന്നു. ആ സ്ട്രോങ് ഡിസിഷൻ എടുക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് പറഞ്ഞു, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, എനിക്കുണ്ടാകുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർ പറഞ്ഞു, നീ ഒരു മഹാമണ്ടനാന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ മണ്ടത്തരം പിടിച്ച തീരുമാനം, ആ ഭോഷത്തരം പിടിച്ച തീരുമാനം ദൈവസന്നിധിയിൽ നീതിയുള്ളതായിരുന്നത് കൊണ്ട് കർത്താവ് ഇന്ന് എന്നെ അതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ നഷ്ടങ്ങളെല്ലാം കർത്താവ് കോമ്പൻസേറ്റ് ചെയ്തു തന്നു. അന്ന് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിൻ്റെയൊക്കെ ഈ 100 ഇരട്ടിയൊക്കെ കിട്ടുമെന്ന് വേദോസത്തിൽ പറയത്തില്ലേ, അതുപോലെ തന്നെ കർത്താവ് എന്നെ നടത്തി. ഞാൻ പേഴ്സണലി പറയാം കേട്ടോ എൻ്റെ മണ്ടത്തരം പിടിച്ച തീരുമാനം എന്താണെന്ന്. പബ്ലിക്കലി ഞാനും ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിയ ആളാണ്. എൻ്റെ വൈഫും ഞാനും, ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ആളുകൾ ചോദിച്ചു, എങ്ങനെ നിങ്ങളിനിയും ജീവിക്കും, എങ്ങനെ നിങ്ങളിനി ജീവിക്കും? രണ്ടുപേരിൽ ഒരാൾ ജോലി ചെയ്യുന്നത് ബുദ്ധിയല്ലേ, രണ്ടുപേരോട് ജോലി കളയാമോ? 2005 ഡിസംബർ മാസത്തിൽ ഞാൻ തീരുമാനമെടുത്ത്, 2006 ഡിസംബറിൽ എൻ്റെ വൈഫ് തീരുമാനമെടുത്ത്, ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങി. 2006 ഡിസംബർ 2-ാം തീയതി എൻ്റെ വൈഫ് റിസൈൻ ചെയ്യുന്ന ദിവസം രാവിലെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ബോംബെയിലെ ബായ്ന്ദർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക എൻ്റെ സ്വപ്നത്തിൽ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന എനിക്ക് ഡെസ്റ്റിനേഷൻ അറിയത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, ടിക്കറ്റ് എടുക്കാൻ നിൽക്കുക. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യം അതായിരുന്നു. രണ്ടുപേരും റിസൈൻ ചെയ്ത് ഇറങ്ങി നിൽക്കുകയാണെന്നേ, മണ്ടൻ തീരുമാനമാണെന്നേ. അപ്പോഴുള്ള എൻ്റെ പുറത്ത് വന്ന ഒരാളിങ്ങനെ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് മുതൽ ദൈവം നിന്നെ നടത്താൻ പോവുകയാണെന്ന്. എൻ്റെ വൈശാഖ ബ്രദറെ, ഞങ്ങൾ രണ്ടുപേരും, ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, എൻ്റെ വൈഫ് നേഴ്സായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി 2005-06 ഇന്നേക്ക് ഏതാണ്ട് 19 വർഷത്തിൽ കൂടുതലായി. 19 അല്ല, 2006 മുതൽ 20 വർഷം ഒന്ന് കൂട്ടിക്കോ. ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തപ്പോൾ ഇല്ലാത്ത ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവ് ഞങ്ങൾക്ക് നൽകി ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ബാങ്കിൽ ലോൺ തന്നു. EMI അടഞ്ഞു പോവുകയായിരുന്നു. രണ്ടുപേരും റിസൈൻ ചെയ്തപ്പോൾ EMI മുടങ്ങാൻ തുടങ്ങി. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. എനിക്കൊത്തിരി ജപ്തി നോട്ടീസ് വന്നതാണ്. എൻ്റെ ബാങ്കിൽ നിന്നുള്ള ഓഫീസേഴ്സ് എൻ്റെ വീട്ടിൽ വന്നതാണ്, ഞങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയതാണ്. ഒരു ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് എനിക്കൊരു വഴി തുറന്നു. ഒത്തിരി വലിയ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവ് കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് വൈശാഖ് ബ്രദറിൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, കർത്താവിന് വേണ്ടി മണ്ടൻ തീരുമാനങ്ങൾ ആരെടുത്തിട്ടുണ്ടോ കർത്താവ് കൈവിടത്തില്ല, എന്നെ കൈവിട്ടില്ല. 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വീട് ജപ്തിയായില്ല. ദൈവം ആ ഫുൾ ബാങ്ക് ലോൺ അടയ്ക്കാൻ എന്നെ സഹായിച്ചു. ഫുൾ ബാങ്ക് ലോൺ അടച്ച് എൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് മാനേജറുടെ ഓഫീസിൽ ചെന്നിട്ട്
അദ്ദേഹം എന്നെ ഒത്തിരി കളിയാക്കിയതാണ്. കാരണം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഹൗ യു ആർ ഗോയിങ് ടു പേ ദ ലോൺ എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, മൈ ഗോഡ് വിൽ പ്രൊവൈഡ് മീ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അട്ടഹസിച്ച് ചിരിച്ചിട്ട് പറഞ്ഞു, ദ ബാങ്ക് കെ നോട്ട് ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞു. ബാങ്കിന് അത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വളരെ ഒരു 6 മാസത്തിനകം എൻ്റെ ഫുൾ പേയ്മെൻറ്റ് അടച്ച് ഞാൻ ലോണിൻ്റെ പേപ്പർ എടുത്ത് ഓഫീസറുടെ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, മൈ ഗോഡ് പ്രൊവൈഡഡ് മീ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജീവിതാനുഭവം എനിക്കുണ്ട്. സോ നിങ്ങളെടുത്ത മണ്ടൻ തീരുമാനം നാളെ ചരിത്രമായി മാറാൻ പോവുക. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കാണുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു കുടുംബത്തെയാണ്. വൈഫിൻ്റെ പേരെന്തുവാ? അമൃത. അമൃത. അമൃത ആൻഡ് കുഞ്ഞുങ്ങൾ? അറ്റാലിയ, ഒരു കൊച്ച്. ഒരു എന്തോ പേര്? അറ്റാലിയ. അറ്റാലിയ. അറ്റാനിയ. 18. ദൈവം കുടുംബമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈശാഖബ്രദറിനെയും അമൃത സിസ്റ്ററെയും കുഞ്ഞിനെയും നിങ്ങളെ ശക്തമായി കർത്താവ് ഉപയോഗിക്കട്ടെ. ഞാൻ ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രേക്ഷകരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, ഈ ചെറുപ്പക്കാരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ധീരന്മാരാകുന്ന ക്രിസ്തുരാജ്യത്തിൻ്റെ പട്ടാളക്കാരായി ഇവരെ പോലുള്ളവർ ഇനി ഉപയോഗിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ടാകും, സപ്പോർട്ടുണ്ടാകും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? നീ എന്തെങ്കിലും ആഡ് ചെയ്യാൻ, ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? മനസ്സിൽ വന്ന എന്തെങ്കിലും ചിന്ത ഞാൻ പറഞ്ഞപ്പോൾ? പാസ്റ്റർ, ആ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സ്വപ്നത്തെ കുറിച്ച് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പോ എങ്ങനെ കിടന്നിട്ട് ആ വണ്ടി മറിഞ്ഞു പോകുന്ന സീൻ തന്നെ, ആ ട്രാമയിൽ തന്നെ ആയിട്ട് എനിക്ക് ഉറക്കം പോയി. ഞാനപ്പോ എന്റെ കൂടെ വന്ന പയ്യനെ വിളിച്ചു. പയ്യനല്ല, ചേട്ടനാണ്. അപ്പൊ പുള്ളിയും പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്റെ കൺമുമ്പിൽ ആ വണ്ടി മറിഞ്ഞു പോയത് തന്നെ അങ്ങനെ കാണുന്നു എന്നൊക്കെ. അങ്ങനെ എങ്ങനെയോ പ്രാർത്ഥിച്ച് രാത്രി ഉറങ്ങിപ്പോയി. അപ്പൊ എനിക്ക് സ്വപ്നം കണ്ടായിരുന്നു. എന്റെ കൂടെ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്, അവരുടെ മുഖം ഞാൻ കാണുന്നില്ല. അപ്പൊ തന്നെ അവർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. എന്റെ മുൻപില് ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിനെ കാണിച്ചു തന്നു. പുള്ളീനെ കാണിച്ചത് എന്നോട് ചോദിച്ചു, ഇങ്ങേരുടെ ലക്ഷ്യം എന്താണ്, ജീവിത ലക്ഷ്യം എന്താണ്? അപ്പൊ വിരാട് കോഹ്ലി തന്നെ ഞങ്ങളോട് പറയുകയാണ്, എനിക്ക് നെക്സ്റ്റ് വേൾഡ് കപ്പ് എടുക്കണം, അതിനകത്ത് മാൻ ഓഫ് ദി മാച്ച് ആവണം, അല്ലെങ്കിൽ 200 സെഞ്ചുറി അടിക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോഴത്തേനും അങ്ങേര് മാറിപ്പോയി. തൊട്ടു മുമ്പ് ഒരു ഫിലിം സ്റ്റാർ വന്നു. അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇന്ന അവാർഡ് മേടിക്കണം, ഇത്ര സിനിമകൾ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ആ ഫോട്ടോയും അങ്ങേര് മാറിപ്പോയി. മൂന്നാമത് വന്ന് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ക്രിസ്തു ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പാപികളെ രക്ഷിക്കാൻ വന്നതാണ്, മുഴു ലോകത്തിന്റെയും പാവം ഏറ്റെടുക്കാനും മുഴു ലോകത്തെയും പാവത്തിൽ നിന്ന് രക്ഷിക്കാനും നരകത്തിൽ നിന്നും നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ എന്റെ അടുത്ത് നിന്ന വ്യക്തി നേരെ എന്റെ നേരെ തിരിഞ്ഞു. പക്ഷെ ഞാൻ കാണുന്നില്ല. എന്റെ നേരെ തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിന്റെ ജീവിത ലക്ഷ്യം എന്താണ്? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം എനിക്ക് വലിയ അംബീഷൻ ഉള്ള ആളൊന്നുമല്ല. ജോലി രാജിവെച്ച് വന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമാണ്. അപ്പൊ തന്നെ ദൈവത്തിന് വേണ്ടി ഉപകാരപ്പെടണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അനേകരോട് സുവിശേഷം പറയണം, അല്ലെങ്കിൽ കഷ്ടത്തിലിരിക്കുന്ന ആൾക്കാരെ വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് ആശ്വാസം കൊടുക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത് ജീവിത ലക്ഷ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ജീവിത ലക്ഷ്യം പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ്. അവിടേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ തന്നെ എന്റെ ജീവിത ലക്ഷ്യം എന്താ പറയാൻ കിട്ടുന്നില്ല. ഇതാണ് എന്റെ ആഗ്രഹം, സുവിശേഷി അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുക എന്ന് പറയുകയാണെങ്കിൽ ആ പറയാനുള്ള ധൈര്യം എനിക്കില്ല. കാരണം ജീവിത ലക്ഷ്യമായിട്ട് ഞാൻ അത് ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ആ വ്യക്തി എന്നെ വിട്ടുപോയി. അന്ന് ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോ എനിക്ക് വല്ലാതെ വിഷമമായി. ആ ചോദ്യം അപ്പോഴവിടെ തന്നെ ബാക്കി നിൽക്കുക, എന്റെ ജീവിത ലക്ഷ്യം. കുറച്ചു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ആരോടും പറയാത്തൊരു കാര്യം, ഈവൻ എന്റെ ഭാര്യയോട് പോലും അങ്ങനെ കാര്യമായിട്ട് പറയാത്തൊരു കാര്യമാണ്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്നല്ലാതെ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തിന് വേണ്ടി ഉപകാരപ്പെടുക എന്ന് തന്നെയാണ്. നമ്മള് ലോകത്തിൽ കുറെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ സെറ്റിൽ ചെയ്യണം എന്നല്ല. അതെല്ലാം ദൈവം നോക്കിക്കോളും. ദൈവം അത് നോക്കിയാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ജീവിത ലക്ഷ്യം കാണുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപകാരപ്പെടുക എന്ന് തന്നെയാണ്. ഞങ്ങൾ കാനഡയ്ക്കാണ് വിസ അപ്ലൈ ചെയ്തത്. എന്റെ വൈഫിന്റെ എഡ്യൂക്കേഷൻ വിസയാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഞാൻ വൈഫിനോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വിസ കിട്ടി നമ്മൾ കാനഡയ്ക്ക് പോവുകയാണെങ്കിലും നിന്റെ കോഴ്സ് കഴിഞ്ഞ് നീ അവിടെ ജോലിയിൽ കയറി സെറ്റിൽ ആവുന്നവരെ ഞാൻ നിന്റെ കൂടെ നിൽക്കും സപ്പോർട്ടിനായിട്ട്. പക്ഷെ അതിനുശേഷം ഞാൻ ദൈവം പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകും. എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും ഞാൻ ദൈവത്തിന് വേണ്ടി പോകും.
എപ്പോഴും നമ്മൾ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാൻ ഞാൻ നിൽക്കില്ല. ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. ഞാൻ ദൈവത്തിനോട് ഉപകാരപ്പെടുന്നു. അവൾ എന്നോട് പറഞ്ഞ കാര്യം, ദൈവം വിളിച്ച ഇനി അഥവാ ഞാൻ തടസ്സം നിന്നാലും അച്ചാച്ചൻ നിൽക്കരുത്, എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങ് പൊക്കോണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിനോട് ഉപകാരപ്പെടാൻ അതിയായ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് ബൈബിൾ ജ്ഞാനോ 15 വർഷം വിശ്വാസമായിരുന്നു എന്നല്ലാതെ ബൈബിൾ ജ്ഞാനം ഇപ്പോഴും പലപ്പോഴും പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പല മലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ബൈബിൾ മൊത്തം തപ്പിക്കൊണ്ടിരിക്കുക, മലാക്കി എവിടെയാണ്. അത്രയേ ഉള്ളൂ എനിക്ക് ബൈബിൾ ജ്ഞാനം. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ആഗ്രഹമുണ്ട് മാസ്റ്റർ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം അച്ഛനും ഉമ്മയും ഇല്ലാതെ നെല്ലിയാമ്പതി തെരുവിൽ കിടന്ന എന്നെ ഇത്രത്തോളം എത്തിച്ച ദൈവത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയൊരു നന്ദിയില്ലാത്തൊരു മനുഷ്യനായി മാറും. അങ്ങനെ ആവാൻ എനിക്ക് ഒട്ടും ആഗ്രഹം. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. വൈശാഖപ്രദരെ, ഇപ്പോൾ ഉള്ള ബൈബിൾ ജ്ഞാനം ഒന്നുമല്ല, ദൈവം ശക്തമായിട്ട് നിങ്ങൾ ഉപയോഗിക്കും. ആ സ്വപ്നം തന്നെ ഒരു പ്രത്യേക നിയോഗമാണ് കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുക, ഇനിയും നമ്മൾ കാണുമ്പോൾ, ഇനിയും നമ്മൾ സംസാരിക്കുമ്പോൾ ഒത്തിരി ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുവാൻ ഒക്കെ ദൈവം മുഖാന്തരം ഒരുക്കും. കുടുംബമായി കർത്താവ് അതിനെ സഹായിക്കട്ടെ. അമൃത സിസ്റ്ററും വൈഫും ഒക്കെ അവരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു വിശ്വാസി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ? അല്ല, അവരുടെ അച്ഛൻ നേവിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവര് ഹിന്ദു ഫാമിലി ആയിരുന്നു. അവര് അച്ഛൻ കുറച്ച് മദ്യപിക്കുമായിരുന്നു, നേവിയിലൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി അവര് ഏതോ ഒരു ധ്യാനത്തിന് പോയായിരുന്നു. ഒരു റോമൻ കാത്തലിക്കുള്ള ഒരു ധ്യാനത്തിന് പോയായിരുന്നു. അവിടെ പോയി അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു. അവിടുന്ന് ദൈവത്തെ കുറിച്ച് അറിഞ്ഞ് അവിടുന്ന് ബൈബിളും കൊന്തയൊക്കെ ആയിട്ട് അവിടുന്ന് പുറത്തു വന്നു. പിന്നീട് ബൈബിൾ പഠിക്കാൻ തുടങ്ങി, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നുള്ള വചനങ്ങളൊക്കെ അവരെ ടച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ ഇത് ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് തോന്നി. അങ്ങനെ ആ സത്യാന്വേഷണം ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ സത്യം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നീതിബോധമുള്ള ഏതൊരു വ്യക്തിയും അവസാനം വന്നു നിൽക്കുന്ന ക്രിസ്തുവിലായിരിക്കുമല്ലോ. അങ്ങനെ അവര് വന്ന് യഥാർത്ഥമായ സഭയിലേക്ക് വരുവാനും അല്ലെങ്കിൽ വിശ്വാസിയായി വരുവാനും ഇടയായി. അങ്ങനെ അതിനുശേഷം അവരുടെ അമ്മയ്ക്ക് ഒരു ആ സമയത്ത് തന്നെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നായിരുന്നു, നട്ടെല്ലിന് ഒരു പ്രശ്നം, ഒരു വെയിൻ എന്തോ കയറി കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ തന്നെയും ചിലപ്പോൾ ഇടുപ്പിന് താഴെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഒരാഴ്ച അവർ ബെഡിലായിരുന്നു. ആ ഒരാഴ്ച അവിടെ ബെഡുമേ കിടന്ന അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, എന്റെ മക്കൾക്കും ഭർത്താവിനും ഭാരമായിട്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, ഒന്നില്ലെങ്കിൽ എന്നെ സൗഖ്യമാക്കുക അല്ലെങ്കിൽ എന്റെ ജീവനെ എടുത്തേക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടർ ഓപ്പറേഷനായി വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തന്നെ പുള്ളിക്കാരിക്കില്ലായിരുന്നു. ഇപ്പോഴും ഓടിച്ചാടി നടക്കുന്നുണ്ട് പറമ്പിലും പാടത്തൊക്കെ. അങ്ങനെ വലിയ അത്ഭുതകരമായിട്ട് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് എന്റെ വൈഫ് ജനിക്കുന്നതും പിന്നെ അവര് കുടുംബത്തില് പലരെയും നേടാനൊക്കെ ഇടയായി. ഇപ്പോഴും സുവിശേഷ പപ്പ റിട്ടയർഡായി വന്നു എങ്കിൽ തന്നെയും വീട്ടിലുള്ളതിനേക്കാൾ കൂടുതലും സഭയിലും സുവിശേഷീകരണത്തിനാണ് അവർ കൂടുതൽ സമയം ചെലവാക്കുന്നത്. അതിനുവേണ്ടി അവർ ഓടി നടക്കും. ശരി, ഒത്തിരി രണ്ട് ഭാഗത്തുനിന്ന് ഒത്തിരി ജീവിതാനുഭവങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യുക, നമ്മൾ ഇന്ന് വൈശാഖ് ബ്രദറിനെ നമ്മുടെ എൻ്റെ കഥയിലൂടെ പരിചയപ്പെട്ടു. വളരെ ലളിതമാകുന്ന ഒരു ജീവിതാനുഭവം, വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ജീവിതാനുഭവം. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വലിയ ആത്മീക മുന്നേറ്റം, ഒരു വലിയ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി, അനേകർക്ക് അനുഗ്രഹത്തിന് വേണ്ടി ഈ കുടുംബത്തെ ദൈവം ഒരു കാലത്ത് ഉപയോഗിക്കുമെന്ന് നമുക്കെല്ലാം വിശ്വസിക്കാം. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന ചോദിക്കുകയാണ്. ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ശരി, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് വൈശാഖ ബ്രദർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കർത്താവെ സ്തോത്രം, കർത്താവെ സ്തുതിക്കുന്നു, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അപ്പൊ കർത്താവെ കുറച്ച് സമയത്തെ കർത്താവ് ജീവിത അനുഭവങ്ങളും എല്ലാം പങ്കിടുവാനിടയായല്ലോ. കർത്താവെ സ്തോത്രം, എന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറുവാൻ അനേകർ എനിക്ക് വേണ്ടി ഇറങ്ങിയ അവസ്ഥകൾ പാസ്റ്റർ പറയാനിടയായല്ലോ. ഈ സാക്ഷ്യം കർത്താവ് അനേകരെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ വ്യൂവേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബലപ്പെടുത്തുവാൻ ഈ ഒരു കോൺവെർസേഷൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ അങ്ങേക്ക് വേണ്ടി ഉപകാരപ്പെടുവാൻ അടിയങ്ങളെ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുക്കി നമ്മെ വിശദീകരിച്ച് കർത്താവ് അങ്ങയുടെ വേലയിൽ വ്യാപൃതമായി ഇറങ്ങുന്നവരെ തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വ്യൂവേഴ്സിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തുന്നു, ആത്മീയമായി ബലപ്പെടുത്തി ആത്മീയ വരങ്ങളാൽ നിറച്ച് തിരുരാജ്യത്തിന്റെ കർത്താവ് വേലയ്ക്കായി മാറ്റണമെന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ പല ജോലികളിലായിരിക്കുന്നു കർത്താവ്, എല്ലാം ഉപജീവന മാർഗമാണെന്ന് മാത്രം കണ്ടുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യം ദൈവരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ കർത്താവ് ആത്മീയ വരങ്ങളാൽ നിറഞ്ഞ ദൈവ ശക്തിയാൽ പ്രവർത്തിക്കുന്ന കൃപതരണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന ഞാൻ കെട്ടിക്കാത്തോത്തും യേശു നാമത്തിൽ തന്നെ.
ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ, കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ വശാഖുടത്തിന്മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വിശാഖുടറെ. ഒരു പ്രാവശ്യത്തോടെ നന്ദി പറയുക. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്ന ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.